നമസ്കാരം. കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. കൊല്ലം കേക്കുകളിൽ പൂപ്പൽ ബാധ ഉണ്ടാകാതിരിക്കുന്നതിനും കൂടുതൽ ദിവസം സൂക്ഷിക്കുന്നതിനും പൊട്ടാസ്യം സോൾബേറ്റ്, സോഡിയം ബെൻസോഡേറ്റ് എന്നിവ പരിധിയിൽ കൂടുതൽ ഉപയോഗിക്കുന്നതിനെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപടി തുടങ്ങി. ഈ സാമ്പത്തിക വർഷം 32 സാമ്പിൾ എടുത്തതിൽ 10 എണ്ണം സുരക്ഷിതം അല്ലെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഉൽപാദകർക്കെതിരെ വകുപ്പ് നിയമ നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 67 കേക്കുകൾ ലാബ് പരിശോധന നടത്തിയതിൽ 32 എണ്ണം സുരക്ഷിതമല്ലെന്ന റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. നിയമപ്രകാരം കേക്കുകളിൽ പൊട്ടാസ്യം സോൾബേറ്റ്, സോഡിയം ബെൻസോഡേറ്റ് എന്നിവ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഓരോന്നും ചേർക്കുന്നതിന് കർശനമായ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പൊട്ടാസ്യം സോൾബേറ്റ്, സോഡിയം ബെൻസോഡേറ്റ് എന്നിവ 10 കിലോ കേക്കിൽ പരമാവധി 10 ഗ്രാം മാത്രമാണ് ഭക്ഷ്യസുരക്ഷാ നിയമം അനുവദിച്ചിട്ടുള്ളത്. അതിൽ കൂടുതൽ ചേർക്കുന്നത് കേക്ക് സുരക്ഷിതമല്ലാതാക്കുന്നതിന് കാരണമാകും. കൂടുതൽ പ്രിസർവേറ്റീവ്സ് ശരീരത്തിൽ എത്തുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചെറുകിട ഉൽപാദകർ പ്രിസർവേറ്റീവ്സിന്റെ ഉപയോഗ രീതിയും നിയന്ത്രണവും മനസ്സിലാക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സൗജന്യമായി നൽകുന്ന ഫോസ്റ്റാക് പോലുള്ള പരിശീലനങ്ങളിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ എ സക്കീർ ഹുസൈൻ പറഞ്ഞു. എല്ലാ ഉൽപാദകരും 6 മാസത്തിൽ ഒരിക്കൽ ലാബ് ടെസ്റ്റ് നടത്തി സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കണം. വീടുകളിൽ കേക്കുകൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നവർ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നിന്ന് രജിസ്ട്രേഷൻ എടുക്കണം. 5 വർഷത്തെ രജിസ്ട്രേഷന് 500 രൂപയാണ് ഫീസ്. രജിസ്ട്രേഷനോ ലൈസൻസോ ഇല്ലാതെ ഫുഡ് ബിസിനസ് ചെയ്യുന്നത് 10 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ്. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.